ഓട്ടോക്കാരന് എത്ര കൊടുത്തു? ഒരു 10 രൂപ കൂടുതൽ കൊടുത്തു. അത് മതിയടി. ഒരു 10-20 രൂപ കൊടുക്കണ്ടേ? എന്തൊരു പിശുക്കൈതാ നിങ്ങളുടെ കൊടുത്ത് എങ്ങോട്ടും വരാത്ത. കെ ശങ്കരനാരായണന്റെ വീട് എവിടെ? കെ ശങ്കരനാരായണൻ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. ഏരണകത്ത് ശങ്കരനാരായണൻ. ഏരകത്ത് ശങ്കരനാരായണൻ ഇവിടെ ഇല്ല. ഒരു എരണേഴത്ത് ശങ്കരനാരായണൻ ഉണ്ട്. എരണേഴത്ത്. ആ അതെ അതെ, എനിക്ക് തെറ്റിപ്പോയതാ. ഒന്ന് വഴി കാണിച്ചാടാ. എടാന്നാ അയാളുടെ കാര്യമാകെ കഷ്ടമാണ്. വയ്യാതെ നാട്ടുകാരാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. അവിടെ ചികിത്സിപ്പിച്ചതൊക്കെ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നവരെ നാട്ടുകാരാണ്. ഇയാൾക്കൊരു മോളുണ്ടായിരുന്നു. 20 വർഷം മുമ്പ് ഒരു പാരമണിക്ക് കോൺട്രാക്ടോട്ട് വിളിച്ചിട്ട് പോയി. അതിനുശേഷം ആളിവിടേക്ക് കാലെടുത്ത് കുത്തിയിട്ടില്ല. തള്ളയത്തിട്ട് വരെ വന്നിട്ടില്ല. പരദൂഷണം പറഞ്ഞു നിൽക്കാതെ അകത്തോട്ട് പാടും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ലേ? ആരെ കൊണ്ടുപോകുന്നു മക്കളെ? താനിതൊക്കെ കണ്ടോ? എന്ത്? ഇതെല്ലാം ഇവിടെ കൊടുക്കാനുള്ള സാധനങ്ങളാ. 750 രൂപ. 7500 രൂപയുടെ സാധനമാ. നിങ്ങളെ ദൈവം രക്ഷിക്കും. ഇക്കാലത്തിനൊക്കെ ആൾക്കാരുണ്ടല്ലേ. എന്തായാലും നന്നായി. അയാൾക്കൊരു കൂതറ മോളും ഉണ്ട്, ഒരു കോന്തം ഭർത്താവും ഉണ്ട്. നാട്ടുകാർക്കാണ് പണി. നാളെ പോയി കുതിരയില്ല. ചേട്ടാ ഒരു വീഡിയോ എടുത്തു തരുമോ? അതിനെന്താ? എനിക്ക് റീലൊക്കെ ചെയ്യാൻ അറിയാലോ. വീഡിയോ ഒന്ന് വാട്സാപ്പ് ചെയ്തു തരും കേട്ടോ. വീഡിയോ ഒക്കെ അയച്ചേക്കാച്ചി. ഗൂഗിൾ പേ നമ്പർ ഒന്ന് അയച്ചേക്കാം. അല്ല, നിങ്ങളെ പേരെന്താണ്? എന്റെ പേര് സുധാറാണി. നിങ്ങളുടെ മോളെ പേരും സുധാറാണി എന്നായിരുന്നല്ലേ? ഞാനാണോ അയാളുടെ മോള് സുധാറാണി? താങ്കൾ നേരത്തെ പറഞ്ഞ കോന്തനല്ലേ, അത് ഞാനാടോ. ഒടുങ്ങി പറഞ്ഞാണ്. ഞാൻ ക്ഷമിക്കാണ്ടാ. മോളെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലേ മോളെ? എന്റെ പൊന്നു മോളെ, 20 കൊല്ലമായില്ലേ മോളെ അച്ഛൻ മോളെ കണ്ടിട്ട്. അതുകൊണ്ട് അച്ഛൻ മോളെ കണ്ടിട്ട് മനസ്സിലായില്ലേ മോളെ? എന്നെ കണ്ടിട്ട് പോലും മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന ചേട്ടാ വന്നേ. ഇനി അവള് ഒരു തവണ ഇങ്ങോട്ട് വരും എന്നെ കാണാൻ. അറിയോ, ഈ 2 സെന്റിന്റെ അവകാശം വിളിക്കാൻ വേണ്ടി.